മോനെ സെറ്റല്ലേ? സെറ്റാണ്. നിനക്ക് എന്റെ ഐഡിന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഞാൻ നിക്കണം, അതാ പോണം. പിന്നെന്താ ഭാഷേ? ഞാൻ പോണു. അയ്യോ കോട കൊണ്ടല്ലോ ഞാൻ ടാനാവും. കോൺഫിഡൻസ് പോയല്ല. എങ്ങനെ തുടങ്ങും? ഹായ്. ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് ആലോചിച്ചു. ഇതെനിക്കൊരു ലൈഫ് ചേഞ്ചിങ് മൂമെന്റ് ആയിരിക്കും. എനിക്ക് നില്ലാതെ പറ്റില്ല. അച്ചു, ഐ ആം ഇൻ ലവ് വിത്ത് യു. ഹലോ ഹലോ, യെസ്, എന്താണിത്? ലവ്. ലവ്വാ? മൊട്ടേന്ന് തിരിഞ്ഞില്ലല്ല. അതിനിപ്പോ എന്താ? അതിനിപ്പോ എന്താണ്? പാക്കോതില്ലാതെ രണ്ട് കുരുന്നുകൾ. ഓരോരോ ഒണ്ടുപടി കൊറേ പൂക്കിയായിട്ടാ നടക്കുന്നത്. വട്ടാണോ തോന്നുന്നത്? ഹലോ ഹലോ അശ്വിൻ, നീ എവിടാ? കാണുന്നില്ലല്ലോ. ആ ഞാൻ നിന്നെ കണ്ട്. എവിടെ? ദേ ഇവിടെ. ദേ പൂവൊക്കെ പിടിച്ച് ഇവിടെ നോക്കിയേ. ആ ആ ആഹാ, ഇന്ന് രണ്ടും കൽപ്പിച്ചാണല്ലോ. ഇന്ന് എന്തായാലും അവളെ കൊണ്ട് പറയിപ്പിക്കും. പിന്നെ എന്തിയാ ആള്? വരാറായോ കുട്ടി? എന്താ നീ പറയാൻ പോന്നെ? അത് കേക്കട്ടെ. ഞാനാ? ഒരു മിനിറ്റ് പറയട്ടെ. ആ പറ. ഹായ്. നീ നമ്മുടെ ക്ലാസ്സിൽ വന്ന ഫസ്റ്റ് ഓർമ്മയില്ലേ? മുടിയൊക്കെ അയച്ച് അന്ന് നിനക്കൊരു ചിരി ഉണ്ടായി. കുറച്ച് ടെൻഷനൊക്കെ ആയിട്ട്. സത്യം പറയാലോ, അന്ന് എന്റെ മനസ്സിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും നിന്നോട് മിണ്ടണോ. പിന്നീട് ഞാൻ മിണ്ടി, നിന്റെ ഫ്രണ്ടായി, ബെസ്റ്റ് ഫ്രണ്ടായി. പിന്നെ നിന്നെ കൂടുതൽ അറിഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ലൈഫിൽ എനിക്ക് നിന്നേക്കാ ബെസ്റ്റായ ഒരാളെ കിട്ടില്ല. നിനക്കും തിരിച്ചതുപോലെ എനിക്കറിയാം. ജനനി, ഞാൻ നിന്നോട് പറയാറില്ല എന്റെ മനസ്സിലൊരു പെണ്ണെ പറ്റി. അത് വേറെ ആരുമല്ല, നീ തന്നെയാണ്. ആക്ച്വലി എന്നൊക്കെ നീ എന്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് നിന്നെ ഹഗ് ചെയ്യാൻ, കിസ് ചെയ്യാനൊക്കെ തോന്നാറുണ്ട്. ദേ ഇപ്പൊ കൂടി തോന്നുന്നുണ്ട്. സോ ഓൾ ഐ വാണ്ട് ടു സേ ഈസ് ദാറ്റ് I love you. അടിച്ചതാണോ? ഓ മനസ്സിലായി. ഞാൻ ഇത്ര നാളും എന്റെ ഉള്ളില് പ്രണയം ഒളിപ്പിച്ചു വെച്ചെന്റെ പരിവല്ലേ ജനി. ഞാൻ ഓർത്ത് നീ ആദ്യം പറയുന്നല്ലേ. എടാ പൊട്ട, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ഇനി എങ്ങാനും നിന്നെ എന്റെ കൺമുന്നിൽ കണ്ട എന്റെ സ്വഭാവം നീ അറിയും. റിവഞ്ച് റിവഞ്ച് ജനനി. ഓടാന്ന ജന്നി. ഹലോ കൊള്ളായല്ലേ? ഇല്ലടാ, നിന്റെ ഭാഷകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു ഇതിങ്ങനെ വരുള്ളൂ. എടാ ഇപ്പൊ തിരിഞ്ഞു നോക്കാം, അതാണ് അതിന്റെ പരിപാടി. കുറച്ച് മുന്നോട്ട് പോയിട്ട് തിരിഞ്ഞു നോക്കാം. അവളങ്ങ് ഉഗാണ്ടയിലെത്തി. അവിടെ ഉഗാണ്ടേ 2 സ്റ്റെപ്പ് പോയിട്ട് തിരിയണോ? അതിനിതുപോലെ പാവുണ്ട്. ഇപ്പൊ നോക്കൂ, കണ്ടോ? ഏട്ടാ, ആ ചേച്ചി പോയി ഏട്ടാ. ഈ കുരുപ്പൊളി ഇതുവരെ പോയില്ലേ? ഇപ്പൊ തിരിഞ്ഞു നോക്കും. മുട്ടേന്ന് തിരിഞ്ഞിട്ടില്ല. എന്നിട്ട് ഇത് കമ്പനിക്കാരാണ്. കുറച്ചു ദൂരം പോയെന്താ? ഇപ്പൊ നോക്കൂ. ഇല്ലടാ, അവള് പോയടാ. പോയി. മുട്ടേന്നിരുന്ന എങ്ങനെയിരിക്കും മനസ്സിലായല്ല മണ്ടൻ. റോസ്, എന്തിനാ ഇങ്ങനെയുള്ള ലൂസേഴ്സിനോട് സംസാരിക്കുന്നത്? ബ്ലഡ് വൺ സൈഡ് ലവേഴ്സ്. നമുക്ക് പോവാം. 28 സ്റ്റേറ്റും 8 യൂണിയൻ ടെറിട്ടറിയിലെ ഇന്ത്യമാരായത്തിൽ കമ്മിറ്റഡിനൊക്കെ കൂടുതൽ സിംഗിൾസ് ആണ്. അതിലൊരു 90% വൺ സൈഡ് ലവേഴ്സ്. 10 മെസ്സേജ് അങ്ങനെ തിരിച്ചോ റീപ്ലൈ ഇടുന്ന സന്തോഷം നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവോ? രാത്രി ഇങ്ങനെ ഗുഡ് നൈറ്റ് നോക്കി നോക്കി നേരെ വെളുപ്പിക്കുന്ന സന്തോഷം നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവോ? അതുകൊണ്ട് ബ്ലഡ് വൺ സൈഡ് ലവേഴ്സ് അല്ല, വൺ സൈഡ് ലവേഴ്സ് ഡാ. ഓക്കെ? കണ്ണു പറഞ്ഞിട്ടാണ് മാസിക്കുന്നത്. നല്ല വിഷമുണ്ടല്ലേ? ഇത് കരണല്ലേ? ഇത് തുടച്ചോ? അല്ല, ഇത് കരണല്ലേ? ഇതെന്റെ ഇതെന്റെ ആറ്റിറ്റ്യൂഡാണ്. ദേഷ്യം വരുമെങ്കിലാണ്. അല്ല കാര്യം ഞാൻ കളിപ്പാണ്.